ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു നാടൻ തക്കാളി ഒഴിച്ചുകറി ഉണ്ടാക്കാം. വീട്ടിൽ ലഭ്യമായ ചേരുവകൾ കൊണ്ട് വളരെ ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചുകറിയാണിത്. ചോറ് കഴിക്കാനായി രുചികരമായ ഈ ഒരൊറ്റ കറി മാത്രം മതിയാകും. നമുക്കിനി റെസിപ്പിയിലേക്ക് പോകാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തിരുമ്മിയ തേങ്ങ, 1/2 ടീസ്പൂൺ ജീരകം, 3 പച്ചമുളക് 2ആയി മുറിച്ചത്, 1 വെളുത്തുള്ളി അല്ലി അരിഞ്ഞത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 5 കറിവേപ്പില, 1/2 കപ്പ് വെള്ളം എന്നിവ ചേർത്ത് നന്നായി അരച്ചെടുക്കുക. ഇതുപോലെ ഒരു പേസ്റ്റ് രൂപത്തിലാണ് അരച്ചെടുക്കേണ്ടത്. ഇനി ഇതിനെ മാറ്റിവെക്കാം. മീഡിയം ഹൈ ഹീറ്റിലിരിക്കുന്ന ഒരു പാത്രത്തിലേക്ക് നീളത്തിലരിഞ്ഞ 5 തക്കാളി ചേർക്കുക. ഇതിലേക്ക് 4ആയി മുറിച്ച 10 ചെറിയ ഉള്ളി, 5 പച്ചമുളക്, 2 കപ്പ് വെള്ളം എന്നിവ ചേർക്കുക. പാത്രം ഒരു മൂടി കൊണ്ട് അടച്ചതിന് ശേഷം 10 മിനിറ്റോളം വേവിക്കുക. മൂടി തുറന്നതിന് ശേഷം ഒരു തവി കൊണ്ട് തക്കാളി നല്ലതുപോലെ ഉടച്ചു ചേർക്കുക. ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കോണും ഓൾ ഓപ്ഷനും ക്ലിക്ക് ചെയ്യുക. ഇനി ഇതിലേക്ക് നേരത്തെ അരച്ചു വച്ചിരുന്ന അരപ്പ് ചേർക്കുക. മിക്സിയുടെ ജാറിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഏതാണ്ട് 2 മിനിറ്റ് കഴിയുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യുക. ഇതിലേക്ക് മീഡിയം പുളിയുള്ള 2 ടേബിൾ സ്പൂൺ തൈരും 1/2 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇത് സ്റ്റൗവിൽ നിന്ന് മാറ്റി വയ്ക്കുക. ലോ മീഡിയം ഹീറ്റിൽ വച്ചിരിക്കുന്ന ഒരു ചെറിയ ഫ്രൈയിങ് പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുകിടുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ 2 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർക്കുക. ഉള്ളിയെ ചെറുതായൊന്ന് മൂപ്പിച്ചെടുക്കുക. ഉള്ളി മൂത്തതിന് ശേഷം 2ആയി മുറിച്ച 3 ഉണക്കമുളക് ചേർക്കുക. അതിനോടൊപ്പം 1/2 ടീസ്പൂൺ കസൂരി മെതിയും 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് താളിപ്പ് തയ്യാറാക്കുക. കസൂരി മെതിക്ക് പകരമായി 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കാവുന്നതാണ്. ഇത് കറിയുടെ മുകളിൽ ഒഴിച്ചതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക. വളരെ സ്വാദിഷ്ടമായ തക്കാളിക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസ് അറിയിക്കുക. അടുത്ത വീഡിയോ ഞാൻ ഉടനെ ഇടുന്നതാണ്. നന്ദി, നമസ്കാരം.